നമസ്കാരം. എയർ ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അശ്വതി, എന്റെ കൂടെയുള്ളത് റിജോയ്. വൺസ് അഗെയിൻ വെൽക്കം ടു എയർ ടോക്സ്. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഞാനിന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ കയറിയ സമയത്ത് ഞാൻ കണ്ടൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു ബ്ലോഗ് റിയാക്ഷൻ വീഡിയോസ് ഞാൻ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഞങ്ങൾക്കും ചില കാര്യങ്ങൾ പറയണം. പേടിക്കേണ്ട, ഇത് റിലേറ്റഡ് അല്ല, പക്ഷെ എന്നാലും ഫാമിലി ബ്ലോഗ് റിലേറ്റഡ് ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. റിജോയ്, നമസ്കാരം. ഇതില് ഇപ്പൊ നീ പറഞ്ഞ ഇതില് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു ആസ്പെക്റ്റിലാണ്. അതായത് ഒരാൾക്ക് ഒരു അസുഖമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അസുഖമാവാം, അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന ഒരു വൈകല്യമാവാം. അതിനെ മറ്റൊരാൾ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ ഫാമിലി ബ്ലോഗ്സിൽ? എനിക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ട്, ചൂഷണം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പൊതുവെ ഒരു മിനിറ്റ്, അതില് തോന്നിയിട്ടുള്ള വെച്ചാൽ പൊതുവെ ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ചൈൽഡ് ലേബറിംഗ് പോലുള്ള, അതായത് ചൈൽഡിനെ മിസ്യൂസ് ചെയ്യുന്നതും, പിന്നെ ഒരു ഉത്തമ കുടുംബം ഇങ്ങനെ ആയിരിക്കണം എന്നതും, അങ്ങനെയുള്ള പല മിസ്യൂസിങ്ങും നമ്മൾ കണ്ടിട്ടുണ്ട്. പല രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷനും കണ്ടിട്ടുണ്ട്. അത് ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേക്ക് ആയിരിക്കും. അതല്ലാതെ എവിടെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ പറയാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, വൈകല്യത്തെ പലരും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോ ലൈഫ് ഓഫ് അനന്തുവിൽ ഞാൻ കണ്ടൊരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു, മറ്റേ അഭിനവ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ. ആ വീഡിയോ പോലെ തന്നെ ഹംസ വിത്ത് മിന്നു, അങ്ങനെ കുറെ, അതായത് ഇപ്പൊ കാഴ്ച വൈകല്യത്തെയോ അല്ലെങ്കിൽ എന്ത് തരം വൈകല്യം ആയിക്കോട്ടെ, ആ വൈകല്യത്തെ മിസ്യൂസ് ചെയ്യുന്ന പോലെ. ഇപ്പൊ സ്വന്തം ഭാര്യ, ഇപ്പൊ പുള്ളിക്കാരിക്ക് ഒരു വൈകല്യം ഉണ്ടാവും, പക്ഷെ അതിനെ വെച്ചിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതെനിക്കുണ്ട്. കാര്യം ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഈ അഭിനവിന്റെ വിഷയം ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അവരുടെ വൈഫിന് അനുവിന് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. പുള്ളിക്കാരിക്ക് പിന്നീട് മിണ്ടാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ എണീറ്റ് കിടക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ക്യാമറയുടെ മുമ്പിൽ ഇവരെ ഭയങ്കരമായിട്ട് നോക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം കാണിക്കുന്നു. പക്ഷെ അയാൾ ക്യാമറയ്ക്ക് പിന്നിൽ അങ്ങനെയല്ല എന്നും പറയപ്പെടുന്നു. അത് അവരുടെ ഭാര്യ ഇദ്ദേഹത്തിന്റെ തന്നെ, ഈ അനുവിന്റെ വീട്ടുകാർ പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ നീ ഇതിനകത്ത് പരാമർശിച്ചിട്ടുള്ള ഹംസ വിത്ത് മിന്നു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പ്രധാനമായിട്ടും ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളിനെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചാനൽ അതാണ്. അതിനകത്ത് മിസ്യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവര് ക്യാമറയ്ക്ക് പിന്നിൽ ഈ പറഞ്ഞ പോലെ ഇതേ കെയറിങ് കാണിക്കാതിരിക്കുന്നു എന്നൊരു അപവാദം എവിടെയും വന്നിട്ടില്ല. അത് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ആ ഒരു ഇത് പോയിന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. പക്ഷെ ബ്ലോഗുകളിൽ പലപ്പോഴും ഈ പറയുന്ന പോലെ ഇപ്പൊ അയാളിടുന്ന ചില ടൈറ്റിലുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലോഗിൽ തന്നെ ആ വ്യക്തിയോടുള്ള ഒരു സമീപനം ആയിക്കോട്ടെ. ഇപ്പോ മറ്റേ ആ ടാർപ്പായുടെ ഒരു വീഡിയോ കാണിച്ചില്ലേ, എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു? അതായത് ഇപ്പൊ പറഞ്ഞ പോലെ ഹംസ വിത്ത് മിന്നുവില് ടാർപ്പായുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. മിന്നു അതായത് പുള്ളിക്കാരി മഴ പെയ്യുന്ന സമയത്ത് പോയിട്ട്, കാക്കേ മഴ പെയ്യുന്നുണ്ടല്ലോ, ടാർപ്പായൊക്കെ നനഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ പോയി തൊട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് നോക്കുന്നു. പിന്നെ എന്താണ് ടാർപ്പായി? ഇന്നോ നമ്മളിപ്പോ എന്താ ചെയ്യാ? ടാർപ്പായിന് മാറ്റണോ? എന്താ വേണ്ടേ? ലൈക്ക് എനിക്കത് ഫീൽ ചെയ്തത് ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ഓവർ ചൈൽഡിനെ കെയർ ചെയ്യുന്നത് പോലെയാണ്. ചൈൽഡിനെ കെയർ ചെയ്യുന്നതിനൊക്കെ ഞാൻ പറയട്ടെ, ചൈൽഡിനെ കെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ഞാനും നീയും നമ്മുടെ പേഴ്സണൽ മൊമെന്റില് ഇപ്പൊ എനിക്ക് ചിലപ്പം എന്നെ തോന്നുന്നു നീ ഒരു ചൈൽഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് ചിലപ്പോ എന്നെ ഒരു മറ്റേ ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ മാത്രമായിരിക്കില്ല പല റിലേഷൻ നിനക്ക് തോന്നാം. എന്ന് പറയണ പോലെ എന്താ പറയാ, അത് നമ്മുടെ പേഴ്സണൽ മൊമെന്റ് ആണ്. പക്ഷെ ഇത് ഇവിടെ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടത്തെ ഒരു കുഴപ്പം ഞാൻ കണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ചില കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോ നമ്മളോട് മാത്രം ചിലവർ ചോദിക്കില്ലേ, അനക്കെന്നെ മനസ്സിലായോ, അറിയോ, ഇത് കാണുന്ന ഒരാളോട് ചോദിക്കില്ലല്ലോ, ആരാന്ന് പറ. ഈ ഒരു സാധനം ഇത് തന്നെയാണ് അവിടെ എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്താണ്, ഇത് കാണുന്ന ഒരു ഭാര്യ ആയിരുന്നെങ്കിൽ അവരെന്താ പറയാ, നമുക്ക് ഈ ടാർപ്പായ മാറ്റല്ലേ, അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ സംഭവിക്കുക. നേരെ മറിച്ച് ഇപ്പൊ ഇവിടെ സംഭവിച്ചെന്താണ്, ഇവര് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവര് ബ്ലൈൻഡ് ആയിട്ടുള്ളത് നമുക്ക് മാറ്റല്ലേ, എന്താ ഇപ്പൊ മാറ്റണോ എന്നുള്ളത്, ടാർപ്പായ്ക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് എന്ന് പറയുമ്പോ അത് മാറ്റണോ വേണ്ടേ എന്നുള്ളത് അദ്ദേഹത്തിന് കണ്ടാൽ അറിഞ്ഞൂടെ. ഇനിയിപ്പോ അദ്ദേഹം അവിടെ അത് കാണുന്നില്ല, അദ്ദേഹം അകത്ത് നിന്നാണ് അത് ചോദിക്കുന്നത്, ഇവര് പുറത്തു നിന്നാണ് അത് നോക്കുന്നത് എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണ് എന്താണ് അതിന്റെ അവസ്ഥ? മാറ്റേണ്ടതായിട്ടുണ്ടോ? എന്താ എനിക്ക് തോന്നണേ? അത് വളരെ കാഷ്വൽ ആയിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ, അല്ലാതെ അത് മാറ്റണോ, എന്താ ചെയ്യുക, അങ്ങനെ പറയേണ്ട ഒരു കാര്യം അതില്ല. അതുപോലെ തന്നെ ഞാൻ കണ്ടൊരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിങ്ങനെ ഈ ചില ടൈറ്റിലൊക്കെ നോക്കി നോക്കുമ്പോ കണ്ണിന് പ്രശ്നം ഉണ്ടായിട്ടും
മിന്നുവിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓടി നടക്കുന്നു എന്ന് പറഞ്ഞ ടൈറ്റിൽ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പുള്ളിക്കാരിക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതിനാണ് ഇങ്ങനെ ഇത്ര വലിയ സംഭവമായിട്ട് പറയുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടു നോക്കിയത്. അപ്പൊ തന്നെ എന്റെ മൈൻഡിൽ ഇങ്ങനെയും ഒരു ഇത് കത്തി, അതായത് ഇനിയിപ്പോ വല്ല നമ്മള് ചെങ്കണ്ണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിട്ട് പുള്ളിക്ക് എന്തെങ്കിലും കണ്ണുവേദന എന്തെങ്കിലും ഉണ്ടായിട്ടും പുള്ളി അതാണോ പുള്ളി ഉദ്ദേശിച്ചത്, അങ്ങനെയും ഒരു സാധനം എന്റെ മൈൻഡിൽ വന്നു. ഞാനത് കണ്ടു നോക്കിയപ്പോ അതിനകത്ത് വേറെ ഈ കണ്ണിന്റെ പ്രശ്നം കാര്യമായിട്ടൊന്നും ഇല്ല. അതായത് പുള്ളിക്ക് എന്തോ ഒരു കണ്ണട വെക്കണം എന്ന് പറയുന്നു, പുള്ളി ഇവിടെ മറ്റേ കണ്ണട ഷോപ്പിൽ പോകുന്നു, മറ്റേ അതുപോലെ ഡോക്ടറെ അടുത്ത് പോകുന്നു എന്നുള്ള സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അവരുമായിട്ടുള്ള കുറെ പേഴ്സണൽ മൊമെന്റ്സ് ആണ് കാണിക്കുന്നത്. പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, കണ്ണിന് പ്രശ്നമുണ്ടായിട്ടും ഞാൻ അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു എന്ന് പറയേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടോ? ഇപ്പൊ നമ്മള് എന്താ പറയാ, ഒരു ഭാര്യയും റെസ്പോൺസിബിലിറ്റി അല്ലേ, ഈക്വൽ റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇപ്പം ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ എത്രയോ ഭാര്യമാര് അവർക്ക് ചിലപ്പോൾ പനിയായിരിക്കാം അല്ലെങ്കിൽ തലവേദനയായിരിക്കാം, പക്ഷെ ഹസ്ബൻഡിനെ രാവിലെ ചോറ് പൊതിഞ്ഞ് വിട്ടുകൊടുക്കുന്നു, മറ്റേ കുട്ടികളെ കുളിപ്പിച്ചൊരുക്കി മറ്റേ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു. അവര് ഓഫീസിൽ പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പറ്റുമെങ്കിൽ ലീവ് മാക്സിമം പറ്റുമെങ്കിൽ അവര് ലീവ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. ഇനി പറ്റുമെങ്കിൽ ഒട്ടും പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ ലീവ് എടുക്കുന്നു. ഇതൊക്കെ ഒരു എന്താ പറയാ ഫാമിലി റെസ്പോൺസിബിലിറ്റി. ഇതൊരു നോർമൽ ആയിട്ട് തിങ്ക് ചെയ്യേണ്ട കുറച്ച് സംഭവം. ഇത് മാത്രമല്ലെന്നേ, ഇപ്പം ഞാൻ നോക്കിയതിൽ ഇപ്പൊ ഈ വീഡിയോ എന്നല്ല ഞാൻ പറയുന്നത്, പല വീഡിയോസിൽ ഇപ്പൊ നമ്മൾ കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഇപ്പൊ കാണുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ, ഹംസ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് ഉണ്ട്, കാരണം ഇപ്പം കണ്ണിന് കാഴ്ച, രണ്ട് കണ്ണിനും കാഴ്ച ശക്തിയില്ലാത്ത ഇങ്ങനെ ഒരു എന്താ പറയാ വൈഫിനെ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലേ, താങ്കൾക്കൊരു ബിഗ് സല്യൂട്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പേഴ്സണലി ഇത്ര കമന്റ്സ് എന്നല്ല, പൊതുവെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു വിഷമാണ്. അങ്ങനെ ആരാണ് അപ്പൊ നമ്മളിങ്ങനെ അബ്നോർമൽ ആയിട്ട് കാണുന്നത്? അല്ല, ഞാൻ പറയുന്നത് പറയുന്നവൻ അബ്നോർമൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്നവൻ ഇതിനെക്കുറിച്ച് വലിയ ബോധമോ പൊക്കണമൊന്നും ഇല്ലാത്തവനായിരിക്കാം ഈ കമന്റ് ചെയ്യുന്നവൻ. പക്ഷെ അതിന് അവർക്ക് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാവുന്നതേ ഉള്ളൂ. കണ്ണ് കണ്ടാലും കണ്ണ് കണ്ടില്ലെങ്കിൽ അവൾ എന്റെ ഭാര്യയാണ്. അതെ, അതാണ്. ഇതിപ്പോ പറഞ്ഞ പോലെ ഈക്വലി ട്രീറ്റ് ചെയ്യണം എന്ന് തോന്നുന്നവര് ഭാര്യയാക്കിയ പോരെ. അത് ആരും തലയിലെടുത്ത് വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഭാര്യ എന്നല്ല, ഇപ്പൊ ഏത് റിലേഷൻ ആണെങ്കിലും നമ്മൾ കൊടുക്കേണ്ട ഒരു പരിഗണന ഈക്വലി ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി മുൻപ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇന്ന വീഡിയോ അല്ലായിരുന്നു, ഡിഫറെന്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സംഭവമായിരുന്നു. ബട്ട് അതിനുശേഷമാണ് ആക്ച്വലി ഞാൻ ഹംസ വിത്ത് മിന്നു എന്ന് പറയുന്ന ആ ചാനൽ ഞാൻ ആക്ച്വലി വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഞാൻ അതിനുശേഷം വാച്ച് ചെയ്യുന്നത്. അപ്പോഴാണ് ആക്ച്വലി ഇങ്ങനെ ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ പേഴ്സണലി നമുക്കത് വലിയ രീതിയിൽ പറയാൻ തോന്നിയെന്നുള്ളതാണ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്യട്ടെ. ഇതിപ്പോ കേൾക്കുന്നവര് വിചാരിക്കും അപ്പോ എന്താ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബ്ലോഗ് ചെയ്തുകൂടെ, അതിനെയാണോ നമ്മൾ ക്രിറ്റിസൈസ്? ഒരിക്കലും അതിനല്ല. ഇപ്പം ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാര് അവര് സെൽഫായിട്ട് ബ്ലോഗ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. എന്താ പറയാ, ഇപ്പൊ നമ്മുടെ ഒരു ദിലീപ് ഉണ്ട് കാസർഗോഡ്, ഒത്തിരി വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവനെ ക്ലബ് ഹൗസിലാണ് ആദ്യമായിട്ട് എന്റെ ഓർമ്മയിൽ ഞാൻ കാണുന്നത്. ഇനി എനിക്ക് തോന്നുന്നു കൊളത്തറയാണോ പഠിച്ചതെന്ന് അതെനിക്ക് വലിയൊരു ഓർമ്മയില്ല. പക്ഷെ എന്തായാലും ഇവൻ ക്ലബ് ഹൗസിൽ വരുന്ന സമയത്താണ് കുറച്ചുകൂടെ ഇവനുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ. അപ്പോ പുള്ളിക്ക് ഇങ്ങനെ ചാനൽ ഉണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയി സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ. അത് അവനായിട്ട് അയച്ചു അങ്ങനെയൊന്നും ചെയ്തല്ല. ഒത്തിരി ഞാൻ കണ്ടിട്ടുമില്ല, ഇപ്പൊ ഒത്തിരി കാണാറുമില്ല. പിന്നെ അത് കാണാനുണ്ടായ പ്രധാനമായ കാര്യം അവന് എത്രയോ സബ്സ്ക്രൈബേഴ്സ്, 1,00,000 സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. കാര്യം ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളുടെ ഇടയിൽ നിന്ന് അങ്ങനെ 1,00,000 സബ്സ്ക്രൈബേഴ്സ് അവന് വരണം എന്നുണ്ടെങ്കിൽ അത് അവന്റെ കണ്ടന്റ് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ നോക്കിയപ്പോ അത് എന്തുകൊണ്ടാണ് നോക്കിയപ്പോ അവൻ ഈ പറഞ്ഞ ഫ്രണ്ട്സിന്റെ കൂടെ എന്താ പറയാ ട്രാവൽ ചെയ്യുന്നു, അവൻ ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ അവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെക്നോളജി ആക്സസിബിലിറ്റി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവൻ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തുകയാണ് അവൻ ചെയ്യുന്നത്. അല്ലാതെ അവന്റെ ഒരു സിമ്പതിനെ ഭയങ്കരമായിട്ട് അവന്റെ ഒരു വൈകല്യത്തെ സിമ്പതിയാക്കി മാറ്റുകയോ അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുകയോ ഒന്നും നമ്മൾ കാണുന്നില്ല. അവന്റെ യൂഷ്വൽ ലൈഫ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു സാധനം പോലെയാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ വേറെ ചേച്ചി, അവരുടെ പേര് ഞാൻ ഓർക്കണില്ല, അത് എന്നോട് പറയുന്ന എന്റെ സിസ്റ്റർ മീനു ആണ്. പിന്നെ അതുപോലെ ടെലഗ്രാമിൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞു ഇങ്ങനെ, ചേട്ടാ ഇങ്ങനെ ഈ ചേച്ചിനെ അറിയോ, ഇവരിങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊരു വീഡിയോ അയച്ചു തന്ന ലൈനാണോ അങ്ങനെ എന്താണോ എനിക്ക് അയച്ചുന്ന കുട്ടിയുടെ പേര്. അപ്പൊ ഇവൾ അയച്ചു തന്നപ്പോഴാണ് ഞാൻ ഇവരുടെ ഒരു വീഡിയോ കാണുന്നത്. അപ്പോഴും ഞാൻ ഒരുപാടൊന്നും കാണാനൊന്നുമില്ല, അത് കണ്ടു. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി. അപ്പൊ അതിനകത്ത് അവരിങ്ങനെ മറ്റേ നമ്മള് തേങ്ങ പൊളിക്കുന്നതോ ചക്ക പൊളിക്കുന്നതോ പിന്നെ കുക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ, അത് ഇത്തരം കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ പറ്റും.
നമ്മളും ചെയ്യുന്നുണ്ട് എന്ന് വളരെ നോർമലൈസ് ചെയ്തിട്ടാണ് അവർ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കണ്ട വീഡിയോസിൽ ഇനി ഏതെങ്കിലും ഇതിനകത്ത് അവരവരുടെ ഡിസബിലിറ്റി പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ അവർ ചെയ്തേക്കുന്ന, സെൽഫായിട്ട് ചെയ്തേക്കുന്ന സാധനമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന മഹത് വ്യക്തി ഈ വൈഫിനെ കൊണ്ട് സ്വന്തമായിട്ട് ബ്ലോഗ് ചെയ്യിപ്പിക്കാത്തത്? ഇത് പിന്നെ അത് മാത്രമല്ലെന്നേ, ഈ പറഞ്ഞ പോലെ ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അവർക്ക് പോലും അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതായത് ഡയറക്ട്ലി ഒരുപക്ഷെ ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഇൻഡയറക്ട്ലി ഇങ്ങനെ ഒരു മെസ്സേജ് അവർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആളുകൾ അവരറിയുന്നില്ല ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുവാണെന്നുള്ള ഒരു കാര്യം അറിയുന്നില്ല. മേ ബി ആള് ഫേക്ക് അല്ല, അതായത് ഫേക്ക് ആണെന്ന് ഒന്നുമില്ല പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ വീഡിയോയില് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയും ഞാൻ ആദ്യം വിചാരിച്ച മറ്റേ ആ ചാനലിലെ വീഡിയോസിന് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിപ്പോ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം എടുത്തു എന്ന് പറയുമ്പോൾ റൈറ്റ് ചോയ്സ് അറ്റ് ദ റൈറ്റ് ടൈം എന്നല്ലേ. ഇപ്പോ ഈ ഫാമിലി ബ്ലോഗേഴ്സ് ഡാർക്ക് റിയാലിറ്റി എന്ന് പറയുന്ന സംഭവം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഫാക്ട് കൂടി നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് മുന്നോട്ട് വെക്കണം എന്ന് തോന്നി അല്ലെ? അതെ, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വൈകല്യം ഉള്ളവർ വ്ലോഗ് ചെയ്യുന്നതിനെ നമ്മൾ എതിർക്കുക അങ്ങനെയൊന്നുമല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് പറയുന്നവർ വേറൊരു കാര്യം കൂടെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോ അതിന് ഇനി കമന്റിലൂടെ റിപ്ലൈ കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ ഒരു പോയിന്റും കൂടെ എടുത്ത് പറയുന്നത്. അതായത് അതിപ്പോ അവരുടെ ഫാമിലി കാര്യമല്ലേ. ഇതിനകത്ത് നിങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യം എന്താണ്? അത് അവരെങ്ങനെ വെച്ചാൽ അവര് ജീവിച്ചോട്ടെ എന്ന് നിങ്ങൾക്ക് പറയാം. അത് അവരങ്ങനെ ആയിരുന്നു, അത് അവരുടെ ജീവിതം അവരുടെ വീടുകളിൽ അവരുടെ സ്പേസിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ നമുക്ക് അതിനകത്ത് ക്രിറ്റിസൈസ് ചെയ്യേണ്ട, അങ്ങോട്ട് പോയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവര് തന്നെയാണ് അവരുടെ ഫാമിലി സംഭവങ്ങൾ മൊത്തം അല്ലെങ്കിൽ അവരുടെ ഒരു ഡേ മൊത്തം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോ അത് പ്രേക്ഷകർ കാണുമ്പോൾ അതിനെ ഏത് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാനും അതിനെ കാണാനും അതിനെ ഏത് രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യണമെന്നും അതിന്റെ റൈറ്റ്സ് നമുക്കുണ്ട്. ഇപ്പൊ ഒരു സിനിമ നമ്മളൊരാളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമ പിന്നീട് സംവിധായകന്റെയോ റൈറ്ററുടെയോ മാത്രമല്ല, അത് പ്രേക്ഷകന്റെയും കൂടെയാണ്. അത് ഏത് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ള അവകാശം ആ പ്രേക്ഷകനുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നിങ്ങളുടെ ഫാമിലി സബ്ജക്ട്സോ നിങ്ങളുടെ ഇതിലേക്കോ നമ്മൾ ഒളിഞ്ഞു നോക്കാൻ വന്നിട്ടില്ല. നിങ്ങൾ ഇട്ട ഒരു സാധനം, നിങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടൊരു സാധനം, അത് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി, ഞങ്ങളുടെ വ്യൂ പോയിന്റ് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇതൊക്കെ ക്രിറ്റിസൈസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് നമുക്ക് തോന്നുന്നത്. ഒരു സിനിമ മാത്രമല്ല, അതെ ഇപ്പൊ ഒരു സിനിമ വരുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഭയങ്കര വിപ്ലവത്തിൽ ഇപ്പൊ എന്തായിരുന്നു നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ സിനിമ നേരാണ് അല്ലേട്ടാ. അപ്പൊ ആ നേരിറങ്ങിയ സമയത്ത് നമ്മുടെ ആരാണ് നമ്മളെ സിദ്ദിഖ ഒരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. ആ ഡയലോഗിന് വരെ കോൺട്രവേഴ്ഷ്യൽ ആക്കിയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ആൾക്കാരുണ്ട്. അതുപോലെ അവർക്ക് മറ്റേ ഇതറിയോ, അവർക്ക് ഇപ്പൊ തൊട്ട് കഴിഞ്ഞാൽ മറ്റേ ഒരാളുടെ പിക്ചർ മനസ്സിലാവുന്ന ഒരു സാധനമുണ്ടോ, അതൊക്കെ വെറുതെ തള്ളല്ലേ എന്ന് പറയുന്ന, അതൊക്കെ വലിയ എന്തോ ഒരു എന്താ പറയാ കോൺട്രഡിക്ഷൻ ആക്കുന്ന രീതിയിൽ പെരുമാറുകയും കോൺട്രവേഴ്സി ആക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കൺമുമ്പിൽ ഇത്തരത്തിലുള്ള കുറെ ഊളത്തരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ആദ്യം സംസാരിക്കാതെ ഒരു സിനിമയ്ക്ക് ഒരു അതിന്റേതായുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് വെച്ചാൽ എല്ലാം അങ്ങനെ കൊടുക്കണം എന്നല്ല. ഇപ്പൊ കടുവയിൽ അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു വിഷയം വന്നപ്പോൾ പ്രതികരിക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം കാരണം തന്നെയായിരുന്നു ഞാൻ അത് മറ്റുള്ള സംഘടനകൾ അത് പ്രതികരിക്കുകയും കൃത്യമായിട്ട് ഇടപെടൽ നടത്തുകയും പിറ്റേ ദിവസം തന്നെ സിനിമ ആ ഒരു ഡയലോഗ് കട്ട് ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ മ്യൂട്ട് ചെയ്യൊന്നുമല്ല, അങ്ങനെ തന്നെയാണ് പിന്നീട് ആ പ്രിന്റ് വന്നത്. അതിനൊക്കെ എല്ലാത്തിനെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ നൂലിൽ കെട്ടിയിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യല്ല. പക്ഷെ ഇങ്ങനെ ഒരു സാധനം അതിനകത്തുണ്ട്. അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ എന്താണെങ്കിലും കൂടുതലൊന്നും പറയാനില്ലല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, ഇനിയൊന്നും പറയാനില്ല. ഒത്തിരി വലിച്ചു ഉറപ്പിക്കണ്ട. അപ്പൊ ശരി, അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഇത് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.